ഇപ്പൊ നിങ്ങൾ തമ്മിൽ കാണാറും സംസാരിക്കാറൊന്നുമില്ലേ? ഇപ്പൊ കഴിയുന്നതും എന്നെ കാണാതിരിക്കാനാണ് നന്ദൻ കൂടുതൽ ശ്രമിക്കുന്നത്. പലതും കേൾക്കുന്നു, പലതും അറിയുന്നു. സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നന്ദൻ എന്താ പറ്റിയത്? അനാവശ്യം കാണിച്ചിട്ട് ഇങ്ങോട്ട് തട്ടിക്കായിരുന്നോ? വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. ഇതേ പാരിസ് കോളനിയാ, ഇവിടെ ഇതൊന്നും പറ്റില്ല. അത് ശരി, ചേച്ചിയുടെ നന്ദൻ മോന്റെ തനി സ്വരൂപം കണ്ടപ്പോ ചേച്ചിക്ക് നൊന്തല്ലേ? ഞാനിത് മൈതാനത്ത് LED സ്ക്രീൻ വെച്ച് നാട്ടുകാരെ മുഴുവൻ കാണിക്കും. മിണ്ടാപ്പൂച്ചകൾ ഇങ്ങനെ അമുങ്ങിയിരിക്കും, പക്ഷെ മനസ്സ് മുഴുവൻ വൃത്തികേടാ. നിന്നെ അതെന്നാ പോക്കാന്നേ? എന്നെ പോലുള്ളവരൊന്ന് ഉറക്ക തുമ്മിയാ മതി, കുഴപ്പക്കാരായി വൃത്തികെട്ടവന്മാരായി. ഞങ്ങളെ പോലുള്ളവരെ ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മര്യാദരാമന്മാര് കളിക്കാറില്ല. ദേഷ്യമെങ്കിൽ ദേഷ്യം, സ്നേഹമെങ്കിൽ സ്നേഹം. ഈ നന്ദഗോപാലന്മാരെ വേന്ദ്രന്മാരെ എന്തായാലും നാട്ടുകാർക്ക് ആളെ മനസ്സിലായല്ലോ, അത് മതി. നിർത്തുന്നുണ്ടോ? നിർത്താൻ എന്നോടല്ല, നന്ദനോടാ പറയേണ്ടത്. ഞാൻ എന്നെ നിർത്തിയതാ. എന്റെ ചേച്ചി, അവൻ എന്തൊക്കെയോ പ്രശ്നത്തിലാ. ചേച്ചി നോക്കിക്കോ, അവൻ കാരണം ദേവിക രാജിവെക്കേണ്ടി വരും. ദേവിക രാജിവെക്കേണ്ടി വന്നാൽ വീണ്ടും ഇലക്ഷൻ വരും. അപ്പൊ ഞാൻ മത്സരിക്കും, ത്യാഗരാജൻ MLA ആവും. സ്വപ്നം കാണാനേ ലൈസൻസ് ഒന്നും വേണ്ടല്ലോ. കണ്ടോ കണ്ടോ, സ്വപ്നം കണ്ടോ? ഇതുപോലുള്ള സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദേവികയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെ ചേച്ചി, പുറത്തെ പ്രശ്നം പോലെ അല്ല അകത്തെ പ്രശ്നം. വീടിനകത്ത് അലമ്പ് തുടങ്ങിയ പിന്നെ അടി ഒഴിഞ്ഞ നേരം കാണില്ല. ചേച്ചി നോക്കിക്കോ, അവൻ ഈ പുതിയ പെണ്ണിനെയും കൊണ്ടങ്ങ് മുങ്ങും. ഒന്ന് മിണ്ടാതിരിക്കടാ. ഹോട്ടൽ മുറിയിൽ ചേച്ചി കണ്ടതല്ലേ അവൻ ആ പെൺകുട്ടിക്ക് സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത്? സിന്ദൂരം ഇട്ട് കൊടുക്കേ? ചേച്ചി എന്നല്ലേ പറഞ്ഞ് എന്തോ ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടുവന്ന്. എന്തായാലും ശരി, നന്ദൻ ദേവിയെ ഡിവേഴ്സ് ചെയ്തിരിക്കും. ആ ഹോട്ടലിൽ കണ്ട പെണ്ണിനെ കെട്ടുകയും ചെയ്യും. കല്യാണത്തിന് വിളിക്കുമായിരിക്കും. പോണം. മനക്കോട്ട കെട്ടി കേറി പോവല്ലേ? നന്ദനെയും ദേവികയും ദൈവമായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ. ദൈവം കൂട്ടി യോജിപ്പിക്കുന്നു. എന്റെ ചേച്ചിയും ബലരാമൻ അളിയനെയും ദൈവം കൂട്ടി യോജിപ്പിച്ചതല്ലേ? എന്നിട്ട് മേരി തോമസ് എങ്ങനെയാ അതിനിടയിലേക്ക് കയറി വന്നത്? അടിക്കേ അടിക്കേ, ഞാൻ പ്രതീക്ഷ നിൽക്കുക. നിന്നെയൊക്കെ തല്ലിയിട്ട് എന്തിനാടാ? നീയൊക്കെ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അപ്പോഴേ ഞാനാ കുറ്റക്കാരൻ. ഈ പെണ്ണിനെ മനസ്സിലാവുന്നില്ലല്ലോ.